Afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. Camera on ആണോ? അല്ല എനിക്ക് കാണുന്നില്ല. ഓക്കെ, 1 minute ഞാനൊന്ന് പറയട്ടെ. കാണുന്നില്ല മാം. Good afternoon all. ഇന്ന് prayer ആരാണ്? ഞാൻ ചെയ്യാം മാം. അഖില പറഞ്ഞോട്ടെ. ആതിര. അഖില ഓക്കെ സ്റ്റാർട്ട് ചെയ്തോട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും സദാ ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. ഈ കലാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമാം സദനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Simon and thought of the day. Signing and thought of the day. ആരാണ്? Signing and Hema. പറഞ്ഞോടാ. Good afternoon, ma'am and dear friends. I take some time to express signing. In previous class, we discussed about factors affected socialism. That is two types, the family and peer group. We also discussed role of teachers. And ma'am just start a new lesson, needs, and also given an activity right about self-sacrificing persons. I heartily welcome Abarna ma'am today's class section. Thank you. Spend your valuable time for us. Welcome, dear friends. I believe we will really enjoy today's class section. Thank you all. Thank you. Thought of the day ആരെങ്കിലും? Okay. നമ്മൾ ക്ലാസ്സിലേക്ക് വരാണ്. നമ്മള് എടുക്കുന്ന ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ് അല്ലെ. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ലാസ്റ്റ് ചാപ്റ്റർ ഏതെടുത്തത് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. നീഡ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്തു അല്ലെ. നീഡ്സ് സൈക്കോളജിക്കൽ നീഡ്സ് പറഞ്ഞോ?
ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളായിരുന്നു. ഒരു ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. പോലെ പറഞ്ഞേ ഉള്ളൂ. മിസ് ചാർട്ട് പേപ്പറിൽ ആൽഫബറ്റ് എഴുതി കൊണ്ടുവരണമെന്ന് പറഞ്ഞായിരുന്നു. പിക്ചർ പറയാൻ പറ്റില്ല. ഓക്കേടാ. പിന്നെ ഓക്കെ. മഹത് വ്യക്തികളുടെ കോൺട്രിബ്യൂഷൻസ് അതൊക്കെ അതും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. നെയിം നോക്കട്ടെ കേട്ടാ, ആരൊക്കെയാണ് അസൈൻ ചെയ്തെന്നുള്ളത്. ഓക്കെ, കിട്ടിട്ടാ. ഓക്കെ, ആദ്യം നമുക്ക് സെമിനാർ കണ്ടക്ട് ചെയ്യാം. അപ്പോ ആരൊക്കെയാണ് സെമിനാറിന്, ആരൊക്കെയാണ് ടോപ്പിക് എടുത്തതെന്ന് പറയണം. നിങ്ങൾ പേരടിച്ചാൽ മതി കേട്ടോ, ഞാൻ ആ പേരനുസരിച്ച് വിളിച്ചോളാം. ഞാൻ വിളിക്കണോ ലിസ്റ്റ്? അങ്കിത, അങ്കിത ഓക്കെ ആണെങ്കിൽ യെസ് മാം. ആക്ച്വലി കുഞ്ഞിനെ ഓർമ്മിക്കുന്നുണ്ട് മാം. അജിത ലാസ്റ്റ് പറയാം. ഓക്കെ, അജിത പറഞ്ഞോടാ. മിസ് ഞാൻ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണ്. ഓക്കെ, ഞാൻ പിൻ ചെയ്യാം കേട്ടോ. ചെയ്യട്ടെ. നോട്ട് എഴുതിയത് നോക്കി വായിക്കാനല്ലേ മിസ്സേ? കുഴപ്പമില്ല, മോന്റെ രീതിക്ക് അത് പ്രസന്റ് ചെയ്തു. ഇങ്ങനെയുള്ള ഒരു സ്പീച്ച് പോലെ പറയണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് പ്രസന്റ് ചെയ്തു. അല്ല നോട്ട് നോക്കിയാലും വായിക്കാൻ റെഡി, കോൺഫിഡൻസ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയല്ലോ, നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതേപോലെ ചെയ്തോളാം. Srinarayana Gurudev. Birth. Srinarayana Gurudev was born on 22 August 1856. Wife Kuttiyamma in Chembalanthi, a village near Thiruvananthapuram. Early days and educations. His family belonged to Ezhava caste and was considered Avarna, according to the social more of the time. ആ കാലത്ത് അവർ ഈഴവ സമുദായത്തിലുള്ള ഒരാളായിരുന്നു, അവർണരെന്ന് പറയപ്പെടുമായിരുന്നു. റൈറ്റ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ഹി ലവ്ഡ് solitude and always indulged himself in deep contemplations. He was intensely drawn to worship at the local temples and composed remix and several devotional songs. ആ കാലത്ത് അദ്ദേഹം ഡിവോഷണൽ സോങ്ങും അങ്ങനെ കുറേ പാട്ടുകളും ഒക്കെ എഴുതിയിരുന്നു. From early age, he was drawn towards asceticism. He lived as a hermit in forest for 8 years. ആ കാലത്ത് അദ്ദേഹത്തിന് സന്യാസത്തോട് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം 8 വർഷത്തോളം വനത്തിൽ താമസിച്ചു. He learned Vedas, Upanishad, literature, logical rhetorics of Sanskrit, Hatha Yoga and other philosophies. അദ്ദേഹം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ സംസ്കൃതങ്ങളൊക്കെ പഠിച്ചെഴുതിയിരുന്നു. ഇമ്പോർട്ടൻസ് വർക്ക്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് വർക്കുകൾ against caste injustice. He gave the famous slogan, one caste, one religion, one God for the all. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് അദ്ദേഹം ഒരു ശ്ലോകം എഴുതിയിരുന്നു. In 1883, he built a temple dedicated to Lord Shiva at Erivipuram, which was against the caste-based restrictions of the time. കാസ്റ്റ് റെസ്ട്രിക്ഷൻ ഉള്ള സമയത്ത് അദ്ദേഹം ഒരു ടെമ്പിൾ നിർമ്മിച്ചിരുന്നു ലോർഡ് ശിവയുടെ. In one temple he consecrated at Kalavankot, he kept a mirror instead of idols. This symbolized his message that the divine was within each individual. അദ്ദേഹം ഒരു ടെമ്പിൾ നിർമ്മിച്ചിരുന്നു, അതിൽ മിറർ കണ്ണാടിയായിരുന്നു അനുഷ്ഠിയായിട്ട് വെച്ചിരുന്നത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മളിൽ തന്നെയാണ് നമ്മുടെ ദൈവം ഉള്ളത്, നമ്മൾ തന്നെയാണ് ദൈവം എന്ന് അദ്ദേഹം എല്ലാവരെയും സൂചിപ്പിച്ചു. Against conversation, he taught equality for the lower caste. It drew nationwide attention and appreciation from
മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി അദ്ദേഹത്തെ അതിനുവേണ്ടി അപ്രിഷ്യേറ്റ് ചെയ്തു. He captured the essence of Indianness in his poems, which highlight the unity that lies beneath the world's apparent diversity. Contribution to science. Emphasize parties of ideas of cleanliness, promotion of education, agriculture, trend, handicraft, and technical training. ശ്രീനാരായണ ഗുരുദേവ് ആദ്യാരോപ ദർശനം explain the creation of universe. Current relevance of philosophy. ഞാൻ ഇടയ്ക്കൊന്ന് പറയാൻ വിട്ടുപോയെന്ന്, പേജ് മാറിപ്പോയായിരുന്നു, സോറി മിസ്. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞിട്ട് നിർത്തുവാണ് മിസ്സേ. നിർത്തിക്കോട്ടെ മിസ്സേ, ഒരെണ്ണം കൂടെ പറഞ്ഞിട്ട്. Okay. Current relevance of philosophy. Gurudev philosophy universe has special relevance in the contemporary global concept, wherein of many countries and community being eroded by hatred, violence, poetry, sectarianism, death. 10th September 1928. This day observed ശ്രീനാരായണ ഗുരു സമാധി ഇൻ കേരള. ഇടയ്ക്ക് പേജ് മാറിപ്പോയി മിസ്. താങ്ക് യു മിസ്. കുഴപ്പമില്ല കേട്ടോ. അജിതയുടെ ഫുൾ നെയിം? അജിതകുമാരി. Okay. Then next കൃഷ്ണപ്രിയ പറഞ്ഞോട്ടോ, പ്രസന്റ് ചെയ്തോട്ടോ. Start ചെയ്യട്ടെ മിസ്. സ്റ്റാർട്ട് ചെയ്തോളാം. Good morning, Aparna Miss and my dear friends. Today I am presenting a short essay about Mother Teresa, a woman who sacrificed her life for others. Mother Teresa, a life dedicated to service. Mother Teresa was a great woman who lived her life for the service of others. Born in 1910 in Skopje, she moved to India at the young age to join the Sisters of Loyalty. After spending time teaching, she felt a strong calling to serve the poorest people in Calcutta in 1950. She founded the Missionary of Charity, an organization dedicated to helping the sick and the poor and the dying. She worked day and night to bring a comfort to those who were suffering, whether it is feeding the hungry or caring for the sick. Mother Teresa loved new boundaries. Her simple lifestyle depicted love to know her frame, inspired millions to be kind and serve others. In 1979, she received the Nobel Prize for her work, and in 1997, she passed away, leaving behind a legacy of comparison. In 2016, she was made a saint, showing the world how much good one person can do. Mother Teresa's life teaches us that love and care of others are the most important things in the life. She showed that we can all make a difference, no matter how small the act of kindness and might be seen. Thank you. Thank you. നവമി പ്രസന്റ് ചെയ്തോട്ടെ മാം. പ്രസന്റ് ചെയ്തോട്ടോ. കാണുന്നുണ്ടോ മാം? Swami Vivekananda. Swami Vivekananda, the same who awakened India. Swami Vivekananda, one of India's greatest spiritual leaders and reformers, was a beacon of inspiration not only for India, but for the entire world. He played a vital role in introducing Indian philosophies of Vedanta and Yoga to the Western world and reawakening a sense of pride in India's cultural and spiritual heritage. Early life and education. Swami Vivekananda was born as Narendranath Datta
on January 12, 1863 in Kolkata, then Calcutta. From a young age, he was deeply interested in spirituality, philosophy, and the mysteries of life. He was highly intelligent, curious, and had a powerful memory. He studied Western philosophy, science, and history, and was also well versed in Hindu scriptures like the Bhagavad Gita, Upanishads, and Vedas. Awakening the soul, the Guru disciple journey begins. He came in contact with the great mystic Sri Ramakrishna Paramahamsa, who became his spiritual guru. Ramakrishna's simple teachings and profound experience of God deeply influenced Vivekananda. Under his guidance, Narendranath transformed into Swami Vivekananda. World Parliament of Religions, 1893. Swami Vivekananda gained worldwide fame when he represented India at the World Parliament of Religions held in Chicago in 1893. His opening words, Sisters and Brothers of America, drew a standing ovation from the audience and marked the beginning of a new spiritual dialogue between East and West. He spoke about the richness of Indian culture, the unity of all religions, and the importance of tolerance and universal brotherhood. His speech mesmerized the world and introduced the spiritual wisdom of India to the global stage. Teachings and philosophy. Swami Vivekananda's teachings were rooted in Vedanta. He emphasized arise, awake, and stop not till the goal is reached, encouraging people to overcome laziness and ignorance. He believed in the divinity of every human being, the importance of self-confidence and inner strength, service to humanity as the highest form of worship, the unity of all religions and spiritual paths, education as the key to national development. Role in nation building. Swami Vivekananda strongly believed that the youth of India were the foundation of a strong nation. He urged them to develop strong minds and bodies, to be fearless, and to serve their motherland with dedication. His vision inspired many freedom fighters like Mahatma Gandhi, Subhash Chandra Bose, and Bal Gangadhar Tilak. He also established the Ramakrishna Mission in 1897, which works for spiritual upliftment and social service through education, healthcare, disaster relief, and rural development. Death and legacy. Swami Vivekananda passed away on July 4, 1902, at the young age of 39. Though his life was short, his impact was enormous. His thoughts continue to inspire millions across the world, especially students and young leaders. In honor of his birth anniversary, January 12 is celebrated every year as National Youth Day in India. Conclusion. Swami Vivekananda was not just a monk, but a visionary, patriot, and teacher whose life continues to ignite the flame of self-realization and service. His message of strength, unity, and spiritual awakening is timeless and deeply relevant in today's world. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ. Thank you, ma'am. ഓക്കെ, നെക്സ്റ്റ് ആരാ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ഞാൻ പറയട്ടെ മാം. ഓക്കെ, അങ്കിത പറഞ്ഞോളാം. കേൾക്കുന്നുണ്ടോ മാം? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടടാ, പറഞ്ഞോ. This essay provides an overview of Dr. B.R. Ambedkar's life, highlights his significant contribution to Indian society. Dr. B.R. Ambedkar was a remarkable leader who played a crucial role in shaping India's history. He was instrumental in drafting the Indian Constitution, which ensures the principle of equality, justice, and liberty. Dr. B.R. Ambedkar worked tirelessly to eradicate untouchability and caste-based discrimination, advocating for the rights and the dignity of marginalized communities. He emphasized the importance of education as a tool for society
social mobility and empowerment, establishing institutions to promote education among the downtrodden. Challenges and sacrifices. Dr. B.R. Ambedkar faced significant social and economic hardship but preserved, earning multiple degrees and becoming a renowned scholar. He faced opposition and criticism for his advocacy of social justice and equality, but remains committed to the cause. Ambedkar Ankita? is a testament to his dedication. Sorry, ma'am. വോയിസ് ബ്രേക്ക് ആയതുപോലെ തോന്നി. Sorry, ma'am. കണ്ടിന്യൂ ചെയ്തോ. ആക്ച്വലി ഹെയർഫോൺ വെച്ചിട്ട് കുഞ്ഞി കിടന്നതുകൊണ്ട് ആക്ച്വലി മാമിന്റെ ഒരു വോയിസ് കേൾക്കുമ്പോൾ കേണിച്ചിട്ടിരിക്കും മാം ചിരിച്ചുകൊണ്ടും അതിലൊക്കെ ഹെയർഫോൺ വെച്ചിട്ട് കേൾക്കല്ലേ. കണ്ടിന്യൂ ചെയ്തോ. Legacy. Dr. B.R. Ambedkar's legacy is a testament to his dedication to a social justice, equality, and human rights. His contribution continue to inspire and for serving as a beacon of hope for the more just and equitable society. Thank you, ma'am. ഓക്കേടാ. Then APJ അബ്ദുൽ കലാമിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആക്ച്വലി ഒരാൾ പറഞ്ഞിട്ടുണ്ട് അവരില്ല ട്രെയിനിങ് ആയിട്ട് പോയിട്ടുണ്ടോ മാം. ആക്ച്വലി രമ്യ തോന്നുന്നു. ഇനി ആരോട് പറഞ്ഞത് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയക്കട്ടാ. ആയിഷ ഓക്കെ. സിയാർ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. പിൻ ചെയ്യാണ് കേട്ടോ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മാം APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ? മതി. ഓക്കെ, പറഞ്ഞോ ആതിര. ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയായിരുന്നു അബുൾ പക്കീർ ജൈനുലബ്ദീൻ അബ്ദുൽ കലാം എന്ന APJ അബ്ദുൽ കലാം. പ്രശസ്തനായ മിസൈൽ സാങ്കേതിക വിദഗ്ധനും എഞ്ചിനീയറുമായിരുന്നു ഇദ്ദേഹം. തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ച ഇദ്ദേഹം ബഹിരാകാശ എഞ്ചിനീയറിംഗ് പഠനത്തിന് ശേഷം പ്രതിരോധ ഗവേഷണ വികസന കേന്ദ്രം, ബഹിരാകാശ ഗവേഷണ കേന്ദ്രം തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെയും ബാലിസ്റ്റിക് മിസൈലിന്റെയും വികസനത്തിനും ഏകോപനത്തിനും മറ്റും അബ്ദുൽ കലാം വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മിസൈൽ സാങ്കേതിക വിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് കലാമിനെ വിശേഷിപ്പിക്കാറുണ്ട്. പൊക്രാൻ അണ്വായുധ പരീക്ഷണത്തിനു പിന്നിൽ സാങ്കേതികമായും ഭരണപരമായും കലാം സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. 2002 അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രധാന പ്രതിപക്ഷ കക്ഷിയായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐയുടെയും പിന്തുണയോടെ ഇദ്ദേഹം രാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തന്റെ ജനകീയ നയങ്ങളാൽ ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന പേരിൽ പ്രശസ്തനായ അദ്ദേഹം 2007 ജൂലൈ 5 സ്ഥാനമൊഴിഞ്ഞ ശേഷം തന്റെ ഇഷ്ടമേഖലകളായ അധ്യാപനം, എഴുത്ത്, പ്രഭാഷണം, പൊതുസേവനം തുടങ്ങിയവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അഹമ്മദാബാദ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻഡോർ എന്നിവിടങ്ങളിൽ അധ്യാപകനും തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറുമായിരുന്നു. 2020 ഇന്ത്യയുടെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള മാർഗങ്ങളും
ദർശനങ്ങളും ഇന്ത്യ 2020 എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹം ഒരു സാങ്കേതിക വിദഗ്ധൻ മാത്രമായിരുന്നില്ല, രാഷ്ട്രത്തിന്റെ ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള രാഷ്ട്രതന്ത്രജ്ഞൻ കൂടിയായിരുന്നു. വിവിധ വിദ്യാലയങ്ങളിൽ സന്ദർശിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളുമായി സംവദിക്കുക എന്നത് കലാമിന് ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വളരെയധികം പ്രചോദനം നൽകുന്നവയാണ്. apj.abdulkalam.com എന്ന തന്റെ ഇമെയിലിൽ എല്ലായ്പ്പോഴും സജീവമായിക്കൊണ്ട് അദ്ദേഹം ആളുകളുമായി, വിശിഷ്യ വിദ്യാർത്ഥികളുമായി നിരന്തരം സംവദിച്ചുകൊണ്ടിരുന്നു. അഴിമതി വിരുദ്ധ ഇന്ത്യ സൃഷ്ടിക്കുവാനായി യുവജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഒരു ദൗത്യവും അദ്ദേഹം ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. 2015 ജൂലൈ 27-ന് 84-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. ഷില്ലോങ്ങിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് പ്രസംഗിക്കുന്നതിന് ഉണ്ടായ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടനെ അടുത്തുള്ള ബഥനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് പേരുകേട്ട തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ മുസ്ലിം കുടുംബത്തിൽ 1931 ഒക്ടോബർ 15-ന് ജൈനുലാബ്ദീന്റെയും ആയിഷമ്മയുടെയും ഇളയ പുത്രനായാണ് APJ അബ്ദുൽ കലാം ജനിച്ചത്. നല്ല മതഭക്തിയുള്ള ആളായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ്. ധനുഷ്കോടി രാമേശ്വരം യാത്രയ്ക്കുള്ള ബോട്ടുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന തൊഴിലായിരുന്നു അദ്ദേഹത്തിന്റേത്. രാമേശ്വരത്തെ ഹൈന്ദവ മതനേതാക്കളുമായും സ്കൂൾ അധ്യാപകരുമായും മറ്റും അദ്ദേഹം ഊഷ്മളമായ സുഹൃത്ബന്ധം പുലർത്തുകയും ചെയ്തിരുന്നു. അബ്ദുൽ കലാമിന്റെ ബന്ധുവായിരുന്ന ഷംസുദ്ദീൻ അവിടത്തെ ഒരു പത്രവിതരണക്കാരനായിരുന്നു. രാമേശ്വരത്തെ കൂടി കടന്നുപോയിരുന്ന ട്രെയിനുകൾ ലോകമഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ നിർത്താതിരുന്ന അക്കാലത്ത് പത്രങ്ങൾ വണ്ടിയിൽ നിന്നും പുറത്തേക്ക് കെട്ടുകളായി വലിച്ചെറിയുകയായിരുന്നു പതിവ്. ഈ കെട്ടുകൾ എടുത്തുകൂട്ടുന്നതിൽ ഷംസുദ്ദീനെ അബ്ദുൽ കലാം സഹായിച്ചിരുന്നു. ഈ സഹായത്തിന് ഷംസുദ്ദീൻ കലാമിന് ചെറിയ പാരിതോഷികം നൽകിയിരുന്നു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ വേതനമെന്നും അദ്ദേഹം തന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കലാം ജനിച്ച വീട് രാമേശ്വരത്തെ മോസ്ക് സ്ട്രീറ്റിൽ നിന്നും കാണാവുന്നതാണ്. സത്യസന്ധതയും അച്ചടക്കവും എനിക്ക് എന്റെ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ചതാണ് എന്ന ശുഭാപ്തി വിശ്വാസവും ദയാവായ്പും എനിക്ക് കിട്ടിയത് എന്റെ 3 സഹോദരന്മാരിൽ നിന്നും സഹോദരിയിൽ നിന്നുമാണ്. ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ നിന്നുള്ള ഒരു വാചകമാണിത്. പറയടാ. ഓക്കേടാ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു. നെക്സ്റ്റ് കട്ടായതായിരുന്നു. ഓക്കെ സിയ, ഓക്കെ സിയ, ഒരു പേരെന്താണ്? ആയിഷത്തുൽ ബുഷ്ര. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടെ ആയിഷ. ശ്രീനാരായണ ഗുരു 1856-1928 was a social reformer and philosopher from Kerala. India, his lifestyle reflected his spiritual and social ideals. Spiritual practices: meditation and yoga. Guru practiced meditation and yoga to attain spiritual enlightenment. Simple living. He lived a simple life, renouncing material possessions and a worldly attachment. Social reform. Caste reform. Guru worked to reduce the caste system and promote social equality. Temple reforms. He advocated for temple entry for all, regardless of caste of social status. Teaching. One caste, one religion, one God. Guru's teaching emphasized the unity of humanity and the importance of self-realization. Education and self-improvement. He encouraged people to first education and self-improvement. Legacy. SNDP Yoga. Guru founded the Srinarayana Dharma Pradipalana Yoga. SNDP Yoga. To promote his teaching and social reforms. Impact on Kerala society. His teaching and reform had a significant impact on Kerala society, promoting social equality and education. Thank you, ma'am. നന്നായിരുന്നു കേട്ടോ സിയ. ആയിഷ. ആര്യ കേട്ടോ. ആര്യ. പറയാം മാം. ഓക്കേടാ, സ്പിൻ ചെയ്യാട്ടോ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ചിട്ടാണ്. അദ്ദേഹം 1931 ഒക്ടോബർ 15-ന് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു.
കുട്ടിക്കാലത്തിൽ പത്രം വിൽക്കേണ്ടി വന്ന ഈ ബാലൻ പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായി തീർന്നു. അദ്ദേഹം ISROയിൽ DRDOയിലും പ്രവർത്തിച്ചു. ഇന്ത്യയുടെ മിസൈൽ പദ്ധതികൾക്കും സാധനങ്ങൾക്കും നേതൃത്വം നൽകി. അതിനാലാണ് അദ്ദേഹത്തെ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത്. 2002 അദ്ദേഹം ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഒരു രാഷ്ട്രപതി നേതാവല്ലെങ്കിലും അദ്ദേഹം ജനതയുടെ രാഷ്ട്രപതിയായി ഇന്ത്യയുടെ ഹൃദയം കീഴടക്കി. അദ്ദേഹം വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കാൻ എന്നും തയ്യാറായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും നമ്മെ ഉണർത്തുന്നു. സ്വപ്നങ്ങൾ കാഴ്ചകളല്ല, അതിനായി നിങ്ങൾ ഉറക്കമില്ലാതെ ശ്രമിക്കുന്നതാണ് യഥാർത്ഥ സ്വപ്നം. 2015 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുന്നതിനിടയിലാണ് അദ്ദേഹം അന്തരിച്ചത്. മരിക്കുന്ന സമയത്ത് അദ്ദേഹം വിദ്യാർത്ഥികളോടൊപ്പമായിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതല്ല പ്രധാനമല്ല, നിങ്ങൾ എവിടേക്കാണ് പോകുന്നു എന്നതാണ് നിർണായകം. നമുക്ക് ഈ മഹാന്റെ ജീവിതം പിന്തുടർന്ന് നല്ല പൗരന്മാരാകാം. താങ്ക് യു മാം. ഇത് പെട്ടെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ഇപ്പൊ കേട്ടിട്ട് പെട്ടെന്ന് ഒന്ന് എടുത്തതാണ് കേട്ടോ മാം. നന്നായിരുന്നു. ഇഷ്ടമായി. ആര് കഴിഞ്ഞിട്ട് ആരാണ്? നവമി. നിമ്മി നവമി ചെയ്തു. നിമ്മിട്ടാ. ഞാൻ സരോജിനി നായിഡുവിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കേടാ. Sarojini Naidu, known as the Nightingale of India, was a prominent Indian nationalist, poet, freedom fighter, and politician. Naidu was a powerful advocate for women's rights and social justice, playing a key role in India's independence movement at post-Indian independence in India. She is born in Hyderabad. Naidu's poetry often in the form of lyric poetry. She is a prominent figure in the Indian National Congress. She actively participated in various freedom struggles, including Salt Satyagraha and Quit India. She was a strong advocate for women's suffering, education, and social justice, setting up the Women's India Association and organizing campaigning for women's empowerment. After Indian independence, she served as the first woman governor of Uttar Pradesh. Naidu representing India in international conference and advocating for India independence on a global stage. Thank you, ma'am. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സൂപ്പർ ഹീറോസിനെ കുറിച്ചിട്ട്, സൂപ്പർ ഹീറോസ് അല്ല, ഗ്രേറ്റ് മെൻസിനെ കുറിച്ചിട്ടും ആണ് നമ്മളിപ്പോ പറഞ്ഞത്. അവരുടെ സെൽഫ് സാക്രിഫൈസും അതേപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷനും സൊസൈറ്റിയിലേക്കുള്ള അവരുടെ കോൺട്രിബ്യൂഷനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദെൻ നമ്മളും അടുത്തൊരു ചാപ്റ്ററിലേക്ക് മൂവ് ആവാണ്. ചാപ്റ്ററിന്റെ പേര് എന്താണ്? ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തു നീഡ്സ്. ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞോളൂ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. എന്താണ് സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ആൽഫബറ്റ് ചാർട്ട് ഉണ്ടല്ലേ 1 മിനിറ്റ്. ഓക്കെ, ഞാൻ ഫോളോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൽഫബറ്റ് ചാർട്ട് ആരൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്? ആ പേരൊന്ന്. ആൽഫബറ്റ് ചാർട്ടാണോ കാർഡാണോ? ചാർട്ടാണ്. ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിന് സ്മോൾ ലെറ്ററിന് ചാർട്ട് അല്ലേ? പിക്ചർ ഉള്ളത് അതാണോ? ഓക്കെ, പേര് കഴിക്കട്ടെ, ഞാൻ അതിനനുസരിച്ച് വിളിക്കാം. ഓക്കെ, ആരൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്? ആര്യ. ഓക്കെ, പേര് വെച്ചോട്ടോ. ആദ്യം പ്രസന്റ് ചെയ്തോ. കാണാമോ മാം? കാണാം. അത് അക്ഷരം കുറച്ചും കൂടി വലുതാക്കായിരുന്നു അല്ലേ? ഇത് ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തതാണേ. പ്രിന്റ് ഔട്ട് എടുത്തപ്പോഴത്തേക്കും എന്റെ കയ്യിൽ പോയി, പിക്ചർ വലുതായിപ്പോയി, ചാർട്ടിൽ നിന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. നന്നായിട്ടുണ്ട് കേട്ടോ. രശ്മി കേട്ടോ.
കാണാം നന്നായിട്ടുണ്ട് കേട്ടോ. അച്യുത മിസ് കാണിക്കാം. ഓക്കെ കാണാം കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ. കൃഷ്ണപ്രിയ കാണിക്കാം. അജിത നന്നായിട്ടുണ്ട് കേട്ടോ. വേർഡ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ലേ, വേർഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലേ? ക്ലിയർ ആവുന്നില്ല ആളാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? അങ്കിത, നിഷ, ആതിര, ആഷ്മി, നവമി, സൗമ്യ, അജി, നിങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തില്ല? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചതാണ്. ഇത് ഓൾറെഡി കാണിച്ചതായിരുന്നല്ലേ? ലാസ്റ്റ് ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അപ്പൊ ഫ്രീ ആട്ടോ. ഓക്കേടാ. ഞാൻ അടുത്ത ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. വാങ്ങിച്ചാണല്ലോ, കട്ട് ചെയ്തില്ലേ? പ്രിയ അത് മിസ്സേ പിള്ളേരുടെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതാ മിസ്സേ. അത് ചാർട്ട് പോലെ ഉണ്ടായിരുന്നതാ. ഓക്കെ, അത് കട്ട് ചെയ്തിട്ട് ചാർട്ടിൽ ഒട്ടിക്കാട്ടോ. നമുക്കത് ക്യാരി ചെയ്തുകൊണ്ട് പോകേണ്ട വരൂലേ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോ. ഓക്കെ മിസ്. അപ്പോ ആൽഫബറ്റ്സ് കഴിഞ്ഞ് ഞാൻ അടുത്ത ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം. ഇല്ല. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മൾ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും ന്യൂമറിക്കൽസും ചെയ്തില്ലേ? യെസ് മാം, ചെയ്തു. ഈ നമ്പർ ചാർട്ട് ആണ് കേട്ടോ. നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്പർ ചാർട്ട് ആണ്. സോറി, വന്നിട്ടുണ്ട്. ഓക്കേടാ. ഇത് കണ്ടോ, നമ്പർ ചാർട്ട് ആണ് നിങ്ങൾ കാണുന്നത്. നമ്പർ ചാർട്ട് ആണ്. 1 ONE ഒരു ആപ്പിള്, ഇമേജും വേണം. 2 TWO 2 ഇമേജ്. അങ്ങനെ നമുക്ക് കുട്ടികളെ കൊണ്ട് കൗണ്ട് ചെയ്യിക്കാൻ പറ്റണം. അവര് 1 ആപ്പിൾ, 1 2 മാംഗോസ്, 3 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്യിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സോ നമ്പർ ചാർട്ട് ആണ് നെക്സ്റ്റ് വീക്കിലേക്കുള്ള ആക്ടിവിറ്റി. ക്ലിയർ ആയിട്ട് മനസ്സിലായോ മാം? നമുക്ക് വരക്കാൻ പറ്റുമോ? പിക്ചർ തന്നെ വരയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടത്തിന് വരയ്ക്കാം. ഓക്കെ, നമ്മൾ കൂടുതലും പിക്ചേഴ്സ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. പക്ഷെ ചില കുട്ടികളൊക്കെ നന്നായിട്ട് വരയ്ക്കും. അവർ ഓരോ ബാച്ചിൽ ചില കുട്ടികളൊക്കെ എനിക്ക് തോന്നുന്നു ആൽഫബറ്റ്സിന്റെ ഒക്കെ വരച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. ചില ബാച്ചിലെ കുട്ടികൾ കാണിക്കുമ്പോൾ ഒരു ആൽഫബറ്റ് ചാർട്ടിൽ പോലും ഇത് നന്നായിട്ട് വരച്ചവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണല്ലേ? ഓക്കേടാ. ഇപ്പൊ ഞാനാണെങ്കിൽ പേസ്റ്റ് ചെയ്യുള്ളൂ, കാരണം എനിക്ക് വരയ്ക്കാൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എളുപ്പപ്പടി നോക്കും. ഓക്കേടാ, ഞാൻ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ഞാൻ പറഞ്ഞിട്ടായി കുറെ ബാച്ചുകളായല്ലോ. അപ്പൊ വരയ്ക്കാണെങ്കിൽ അത് അത്രയും നല്ലതായിരിക്കും. ഓക്കെ മാം, ഞാന് ഒരെണ്ണം ആക്ച്വലി നമ്പർ ചാർട്ട് ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മോന് വേണ്ടിട്ട് ചെയ്തിട്ടുള്ളതാ. ജസ്റ്റ് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടി അവൻ നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അതൊന്ന് കാണിച്ചു തരട്ടെ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. 5 വരെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. ബാക്കി ഓക്കേടാ, അതെ നന്നായിട്ടുണ്ട്. ഇനി 6 to 10 ചെയ്യാൻ. ഓക്കെ, അപ്പൊ പിന്നെ
വേണ്ടല്ലോ, പുതിയ ഇത് വേണ്ട, കംപ്ലീറ്റ് ചെയ്താൽ മതി നവമി. ഓക്കെ, താങ്ക് യു. കേട്ടോ. ഓക്കെ, ടെൻ വരെ 1 to 10 വരെ വേണം. ഓക്കെ, അത് നെക്സ്റ്റ് വീക്കിലേക്ക് അത് കംപ്ലീറ്റ് ആക്കാട്ട് എല്ലാവരും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വീക്കിൽ തന്നെ അത് മാക്സിമം പ്രസന്റ് ചെയ്യാനായിട്ട് നോക്കാം. നമ്മൾ മൂവാകുന്ന ചാപ്റ്ററിന്റെ പേര് നീഡ്സ് എന്നാണ്. ഈ നമ്മൾ സൈക്കോളജിക്കൽ നീഡ്സ് ആണ് പറഞ്ഞിട്ട് ഒരു കുട്ടീനെ സംബന്ധിച്ച് ആ കുട്ടിയുടെ സൈക്കോളജിക്കൽ നീഡ്സ് എന്തെല്ലാമാണ്. ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഫുഡും വാട്ടറും വേണം, പ്രോപ്പർ ആയിട്ട് ക്ലോത്ത് വേണം, അതേപോലെ സ്ലീപ്പും റെസ്റ്റും വേണം. നല്ല രീതിയിൽ ഉറക്കവും അതേപോലെ തന്നെ നല്ല റെസ്റ്റും കിട്ടിയാൽ മാത്രമേ അവർക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വോക്കപ്പ് ചെയ്യാൻ എഴുന്നേക്കാനും നല്ല ഉഷാറോടെ അല്ലെങ്കിൽ ഉന്മേഷത്തോടു കൂടി ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റുള്ളൂ. ദെൻ ആക്ടിവിറ്റീസ് ആൻഡ് എക്സസൈസ്, നല്ല രീതിയിൽ ആക്ടിവിറ്റീസും എക്സസൈസും ചെയ്താൽ മാത്രമാണ് അവർക്ക് ഫിസിക്കൽ ഗ്രോത്ത് അതേപോലെ തന്നെ അത്യാവശ്യം ഫിസിക്കൽ ഡെവലപ്മെന്റ് ഒക്കെ സംഭവിക്കുള്ളൂ. പിന്നെ ഹൈജീൻ വേണം, കുട്ടികളുടെ ചുറ്റുപാടും അതേപോലെ തന്നെ കുട്ടിക്കും നല്ലൊരു ഹൈജീൻ ഹാബിറ്റ് കമ്പൽസറി ആയിട്ട് വേണം. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളതാണ്. നീഡ്സില് സൈക്കോളജിക്കൽ നീഡ്സ് ആണ് നമ്മൾ പറയുന്നത്. വാട്ടർ ആൻഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഫുഡ് പ്രൊവൈഡ് എനർജി ടു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി എന്തിൽ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൽ നിന്നാണ്. സോ നമ്മുടെ ബോഡിയുടെ മെയിൻ്റെനൻസിനും പ്രൊട്ടക്ഷനും അതേപോലെ അന്നത്തെ അസുഖങ്ങളൊന്നും വരാതിരിക്കാനും ഇമ്മ്യൂണിറ്റിക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് ഫുഡ് എടുക്കണം, ഫുഡ് കൺസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ഫങ്ഷൻസ്, ഡൈജഷൻ പോലെയുള്ള ബോഡി ഫങ്ഷൻസ് പ്രോപ്പർ ആയിട്ട് റെഗുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യണം? കൺസ്യൂം ചെയ്യണം. അത് ഒരു ഫുഡിനും വാട്ടറിനും നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു റോൾ വഹിക്കുന്നുണ്ട്. ഇതാണ് കുട്ടിയുടെ ഹെൽത്തിനെ സേഫ് ആയിട്ടിരിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ്. ആരെങ്കിലും ഒരാൾ ഫുഡ് ആൻഡ് വാട്ടർ റീഡ് ചെയ്യോ? റീഡ് ചെയ്തോട്ടോ. Food and water. Food provides energy to do work, help in the growth and maintenance of the body, protects from diseases, and performs a psychosocial function too. Water helps in regulating many body functions. A sufficient amount of food and water at the right time helps the child to stay healthy and happy. ഓക്കെ, അത് മനസ്സിലായോ ഞാൻ പറഞ്ഞതും ആളെ റീഡ് ചെയ്തതും? ഓക്കെ, അപ്പോ നമ്മള് പ്രോപ്പർ ആയിട്ട് നമ്മുടെ ഫുഡാണ് നമ്മുടെ ബോഡിയുടെ മെയിൻ്റെനൻസിനും ഗ്രോത്തിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. നമുക്ക് അസുഖങ്ങളിൽ പ്രൊട്ടക്ഷനും അതേപോലെ നമ്മുടെ സൈക്കോ സോഷ്യൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് ഫുഡ് വേണം. അതേപോലെ നമ്മുടെ ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ബോഡി ഫങ്ഷൻസ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൈറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ കൺസ്യൂം ചെയ്യണം. എത്ര ഗ്ലാസ് ഓഫ് വാട്ടർ ആയിരിക്കണം ഒരു ദിവസം ഒരു കുട്ടി കുടിക്കേണ്ടത്? 8 ഗ്ലാസ്, മിനിമം 2 liters എങ്കിലും നമ്മൾ കുടിക്കണം. അത് നമ്മൾ ഈ പറയുന്ന പാനീയങ്ങളുണ്ടല്ലോ, കോഫി, ടീ, അത് ഒഴികെയുള്ള അതാണ് ഈ 8 ഗ്ലാസ് ഓഫ് വാട്ടർ കൺസ്യൂം ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോ ആരൊക്കെയാണ് 8 ഗ്ലാസ് ഓഫ് വാട്ടർ എങ്കിലും ഒരു ദിവസം കുടിക്കുന്നത്? എല്ലാരും കുടിക്കാറുണ്ടോ? ഓക്കെ, മാക്സിമം 8 ഗ്ലാസ് ഓഫ് വാട്ടർ കുടിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് അതിൻ്റെതായ അസുഖങ്ങൾ വരും. ലോങ് റണ്ണിൽ പിന്നെ നമുക്കത് കിഡ്നി ഫെയിലിയർ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളായിട്ട് മാറും. നമ്മൾ പ്രോപ്പർ എമൗണ്ട് ഓഫ് വാട്ടർ എന്ത് ചെയ്യണം? നമ്മൾ കുടിക്കണം, ഡ്രിങ്ക് ചെയ്യണം. നെക്സ്റ്റ് ആണ് ക്ലോത്ത്. നമ്മളെപ്പോഴും ക്ലോത്ത് കുട്ടികൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഇന്നത്തെ പാരന്റ്സ് കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. ക്ലോത്തിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി കോൺഷ്യസ് ആണ്. അപ്പൊ ക്ലോത്ത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്ത് ആണ് സെലക്ട് ചെയ്യാറ്, അല്ലെ? നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. സമ്മർ സീസൺ ആണെങ്കിൽ നമ്മൾ കോട്ടൺ ക്ലോത്ത് ആയിരിക്കും പ്രിഫർ ചെയ്യണേ, അല്ലെ? ഓക്കെ, ഇപ്പൊ മൺസൂൺ സീസൺ അല്ലേ? ഈ സമയത്ത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ഏത് ടൈപ്പ് ഓഫ് ക്ലോത്ത് ആയിരിക്കും പ്രിഫർ ചെയ്യാം? Woolen cloth. Woolen. സെറ്റർ ടൈപ്പ്. ഓക്കെ, വുളൻ ക്ലോത്ത് പ്രിഫർ ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? നനഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നില്ല, പെട്ടെന്ന് ഉണങ്ങില്ല. അപ്പോ ഈ ടൈമിൽ പോളിസ്റ്റർ ഓർ നൈലോൺ ക്ലോത്ത് ആണെങ്കിൽ പെട്ടെന്ന് അത് ഉണങ്ങാനുള്ള ചാൻസസ്. സോ റെയിനി സീസണിൽ നൈലോൺ ഓർ പോളിസ്റ്റർ ടൈപ്പ് ക്ലോത്ത് ആയിരിക്കും നല്ലത്.
ദെൻ വിന്റർ സീസൺ ആണെങ്കിൽ വുളൻ ക്ലോത്ത് നല്ലതാണ്, കാരണം അവർക്ക് അത് കുറച്ചും കൂടി അത് സ്കിന്നിന് അത്യാവശ്യം കുഴപ്പമുണ്ടാവില്ല. അപ്പൊ നമ്മള് ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പോൾ സ്കിന്നിന് ആപ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് മാത്രമല്ല സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് കുട്ടികൾ നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ചെയ്യും അല്ലെ, അവർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആണ്, ഓരോ കാര്യങ്ങൾ അവർ സ്പീഡിൽ ചെയ്യും. സോ അവർക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലോത്ത് ആയിരിക്കണം. ഒത്തിരി ടൈറ്റ് ആവുമ്പോൾ, ഒത്തിരി ടൈറ്റ് ആണെങ്കിൽ അവർക്ക് ഒട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ചില കുട്ടികൾ നമ്മൾ സ്കൂൾ യൂണിഫോമിൽ കാണുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഇയറിൽ വാങ്ങിച്ച യൂണിഫോം ആയിരിക്കും ലാസ്റ്റ് ആവുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ അവരുടെ അത് ഒന്ന് ഭയങ്കരമായിട്ട് ഇത് ചെയ്യുന്നുണ്ടാവും. ആ ഒരു യൂണിഫോമിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു ടൈറ്റ്നെസ് അവനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, സ്ട്രെസ് ചെയ്യുന്നുണ്ടാവും. കാരണം ടൈറ്റ് ആണ്, ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഒരുപാട് ലൂസ് ആയിട്ടുള്ള ഡ്രസ്സും ഒരുപാട് എന്താണ് ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സും പ്രിഫർ ചെയ്യാൻ പാടില്ല. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ് മെഷർമെന്റിലുള്ള ഡ്രസ്സ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റണം, ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണം. അത് ലിംസും ഹാൻഡ്സും ഒക്കെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. പിന്നെ നമ്മളുടെ കുട്ടികളുടെ കാര്യം അറിയാലോ, കുട്ടികൾ എപ്പോഴാണ് ഹാപ്പി ആയിരിക്കുന്നത്, ഒരുപാട് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗാർമെന്റ്സ് ഒക്കെയാണ് അവർക്ക് ഇഷ്ടം. പുതിയ പുതിയ ഡിസൈനും പുതിയ നല്ല കളറൊക്കെയുള്ള ഡ്രസ്സുകളൊക്കെ ഇഷ്ടം. പെൺകുട്ടികളായിട്ടുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും. പിങ്ക് കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ പിങ്ക് കളർ എന്നെ സംബന്ധിച്ച് മോൾക്ക് ഡ്രസ്സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഫുൾ പിങ്ക് ആണ്. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഇത്രയും വെറൈറ്റീസ് ഓഫ് പിങ്ക് ശരിക്കും ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ലൈറ്റ് പിങ്ക്, ഡാർക്ക് പിങ്ക്, അതിനേക്കാളും ലൈറ്റ് പിങ്ക്, അങ്ങനെ ഒരുപാട് ഡിവിഷൻ ഉണ്ട് ഈ പിങ്ക് കളറിൽ. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ ആയിരിക്കും, ഡിസൈനും കളറൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പൊ അവർക്ക് അതനുസരിച്ചിട്ടുള്ള ക്ലോത്തുകൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ദെൻ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഒരുപാട് പൈസ ക്ലോത്തുകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്, സ്പെൻഡ് ചെയ്യരുത്. കാരണം കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുട്ടികൾക്ക് ഇവന്റ്സിനനുസരിച്ച് ക്ലോത്തുകൾ വാങ്ങിക്കുക. ഇനി നമ്മുടെ കയ്യിൽ എക്സ്ട്രാ ക്ലോത്ത് ഉണ്ടെന്ന് വിചാരിക്കും, കുട്ടിയുടെ ഇപ്പൊ ഇത്തിരി പഴയ ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ നമ്മുടെ അടുത്തുള്ള സിബ്ലിങ്സിന് കൊടുക്കുക, ഷെയർ ചെയ്യുക. നമ്മുടെ കസിൻസിനോ അല്ലെങ്കിൽ താഴെ ആരാണോ അവരുടെ കുട്ടിക്ക് കൊടുക്കുക. അല്ല ആരും ഇല്ലാത്ത പക്ഷം നമ്മൾ ആ ക്ലോത്തുകൾ നമ്മൾ വെറുതെ അലമാരിൽ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ആ ക്ലോത്ത് നീഡഡ് ആയിട്ടുള്ള പീപ്പിൾസിന് കൊടുക്കാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അനാഥാലയങ്ങളിലോ അങ്ങനെ വളരുന്ന കുട്ടികൾ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആ ക്ലോത്ത് കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും. കാരണം അവർക്ക് പുതിയ ക്ലോത്ത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആരുമില്ല. പക്ഷെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന ക്ലോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ പുതിയ ഡ്രസ്സിന്റെ അതേ വാല്യൂ ആയിരിക്കും. അപ്പൊ ഒത്തിരി മോശമല്ല, നമുക്ക് നല്ലതാണ്, മറ്റൊരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ക്ലോത്തുകൾ എന്ത് ചെയ്യാം, മാക്സിമം ഈ അനാഥാലയങ്ങളിലോ കൊണ്ടു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ കൊടുക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മൾ വെറുതെ നശിപ്പിച്ച് കളയണ്ട, ക്ലോത്ത് ഒക്കെ വാങ്ങി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് തന്നെ ഇളയ കുട്ടികൾക്ക് കൊടുക്കാം, ഓർ സിബ്ലിങ്സിന് ഷെയർ ചെയ്യാം, ഓർ ഫ്രണ്ട്സ് കസിൻസിനൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ടും നമ്മൾ കുട്ടികൾക്ക് അങ്ങനെ ആരും കൊടുക്കാനൊന്നുമില്ല, ചിലവർക്ക് അത് ഇഷ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അത് ഇതേപോലത്തെ ഓർഗനൈസേഷൻസിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഡ്രസ് ഇല്ലാതെ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ സെയിം ഡ്രസ് തന്നെ റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നവര്, എന്നുവെച്ചാൽ ഇന്നലെ ഇട്ടാലും നാളെ ഇടാനുള്ള ഡ്രസ് ഉണ്ടാവുള്ളൂ, ആ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ അതിന്റെ വാല്യൂ കുറച്ചും കൂടി ഇൻക്രീസ് ആവും. നമ്മളെ വാങ്ങിച്ചതിനേക്കാളും കൂടുതൽ അതിന്റെ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ക്ലോത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, കുട്ടികളുടെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ക്ലോത്ത് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് ആണ് ക്ലോത്തിങ്. അതാരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. Proper selection of clothes keeps the child safe from climate changes. Clothes have to be comfortable not only to the delicate skin of the child but should also let free movement of limbs. Children feel very pleased when their garments have attractive design and colors. ക്ലിയർ ആയോ അത്? ക്ലോത്തിങ് ഓക്കെ. നമ്മൾ കുട്ടികൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് കറക്റ്റ് ആയിട്ട് ഉറക്കവും റെസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഭയങ്കര ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾക്ക് കറക്റ്റ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, അവർ ഉറക്കണം. എന്നാൽ മാത്രമേ അവർക്ക് മോർണിംഗ് നല്ല ഏർലി മോർണിംഗ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എഴുന്നേക്കാനായിട്ട് പറ്റുള്ളൂ.
അങ്ങനെ കറക്റ്റ് എമൗണ്ട് ഓഫ് സ്ലീപ്പും റെസ്റ്റും കുട്ടികൾക്ക് കിട്ടിയാൽ മാത്രമേ നെക്സ്റ്റ് ഡേ അവർക്ക് നല്ല രീതിയിൽ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. സോ സ്ലീപ്പും റെസ്റ്റും എല്ലാ കുട്ടികൾക്കും വേണ്ടൊരു ഫാക്ടർ ആണ്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ സ്ലീപ്പും റെസ്റ്റും പ്രൊവൈഡ് ചെയ്യണം. എത്ര അവേഴ്സ് കുട്ടികൾ ഉറങ്ങണം? 12 8 hours. എത്ര? 12 8 മണിക്കൂർ. 8 sorry 8 ഇല്ല സ്മോൾ ബേബീസിൽ 12 hours 12 hours എന്ന് പറയുന്നുണ്ട്. സ്മോൾ ബേബീസിന് വ്യത്യാസമുണ്ട് കേട്ടോ. അംഗീകരണ കുട്ടിക്ക് കുറച്ചും കൂടി നേരം എന്നുവെച്ചാൽ ചെറിയ കുട്ടികളാണെങ്കിൽ കൂടുതൽ ടൈം അവരുടെ ബോഡി ഗ്രോത്ത് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം അവർ റെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സാധാരണ 3 to 6 ഇയേഴ്സിന്റെ കുട്ടികൾ ഒരു 8 hours എങ്കിലും മിനിമം ഉറങ്ങണം, മാക്സിമം ഉറങ്ങണം. എന്നുവെച്ചാൽ സ്ലീപ്പും റെസ്റ്റും കിട്ടണം അവർക്ക് പ്രോപ്പർ ആയിട്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കുട്ടികൾ ഒരു 8 hours എങ്കിലും സ്ലീപ്പ് കൊടുക്കണം. എന്നുവെച്ചാൽ ഒത്തിരി ലേറ്റ് ആയിട്ട് ചില കുട്ടികൾ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അവര് എഴുന്നേക്കാനും ഒത്തിരി ലേറ്റ് ആവും. സോ അവർക്ക് ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒന്നും കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. കൃഷ്ണപ്രിയ ആ പോയിന്റ് വായിച്ചു കേട്ടോ. വായിക്കട്ടെ മിസ്. The child must be allowed to get enough sleep and rest. This gives rest to the body organs and the child feel fresh when we walking up. വാക്കിംഗ് അപ്പ് എന്നല്ല, ഇതാണ് കേട്ടോ, വാക്ക് അപ്പ് എന്നാണ് കേട്ടോ. നമ്മള് എഴുന്നേക്കുക എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത് കേട്ടോ. വേക്കപ്പ് ആണ് വെച്ചാല് അതിലും എന്താ എഴുതിയിരിക്കുന്നത്? വോക്കിംഗ് അല്ലെ, വോക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. ടെസ്റ്റിൽ അങ്ങനെയാണോ? അല്ലെങ്കിൽ വാക്കിംഗ് അപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് സ്പെല്ലിങ് കറക്റ്റ് ചെയ്യാം കേട്ടോ. മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്താൽ മതി. ഇവിടെ ഈ എല്ലില്ല. നിങ്ങൾ ടെസ്റ്റിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിരിക്കണേ കേട്ടോ. ഉണരുക എന്നുള്ള ഒരു മീനിങ് വരുന്നത്, നടക്കുക എന്നുള്ളൊരു മീനിങ് ആയിരിക്കില്ല. ഓക്കെ, ചിലപ്പോൾ PDF മാത്രമുള്ള മിസ്റ്റേക്ക് ആയിരിക്കും കേട്ടോ. ടെസ്റ്റിലുണ്ടോ മിസ്റ്റേക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചേഞ്ച് ചെയ്തോ. എല്ലാവരുടെ ടെസ്റ്റിലുണ്ട്? ഓക്കെ, അപ്പൊ ചേഞ്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഈ 3 പോയിന്റ്സ് മാത്രം സൈക്കോളജിക്കൽ നീഡ്സിൽ പറയുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്ത ആ ടോപ്പിക്ക് തന്നുവരും. ഞാൻ ഒരു ടോപ്പിക്കുകൾ തന്നു കഴിഞ്ഞാൽ അത് അല്ലെങ്കിൽ സെമിനാറിന് പ്രിപ്പയർ ചെയ്ത് വരും. ടോപ്പിക് എന്ന് വെച്ചാൽ ഇമോഷൻസ് ആണ്. നമ്മള് സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റിൽ ഇമോഷൻസിനെ കുറിച്ച് പറഞ്ഞില്ലേ. അപ്പൊ ആ ഇമോഷൻസ് എന്തൊക്കെയാണെന്നാണ് ഞാനിവിടെ പറയുന്നത്. അഫെക്ഷൻ എന്ന് പറയുന്നത് വാത്സല്യത്തെ കുറിച്ചിട്ടുള്ള ആരാ പ്രിപ്പയർ ചെയ്തിട്ട് വരാം? ഇമോഷൻ ആണ്. നിങ്ങളുടെ അഭിപ്രായം ആതിര കേട്ടോ. ഓക്കെ, പിന്നെ ഹ്യൂമർ, തമാശനെ കുറിച്ച് ആരാ പറയുന്നേ? ആരില്ല? ഹ്യൂമർ, തമാശ ഞാൻ പറയാം മിസ്. ഓക്കെ, കൃഷ്ണപ്രിയ കേട്ടോ. പിന്നെ ഫിയർ, ഭയം. ഒരുപാട് ടൈപ്പ് ഓഫ് ഫോബിയാസ് ഉണ്ട്. കുട്ടികളിലും ഉണ്ട്, മുതിർന്നവരിലും ഫോബിയാസ് നമ്മൾ കാണുന്നുണ്ട്. ഫിയറിനെ കുറിച്ചിട്ട് ആരാ പറയുന്നേ? ഞാൻ പറയാം മിസ്സേ, ഫാത്തിമ. ഓക്കെ, ഫാത്തിമ അല്ലെ. ഓക്കെ, ആങ്കർ നവോമി പറഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി 2 കാര്യങ്ങളും കൂടി ഉണ്ട്, ഹാപ്പിനെസ്സും സാഡ്നെസ്സും. ആഷ്മി ഹാപ്പിനെസ്, സാഡ്നെസ്. ഓക്കെ, അങ്കിത സാഡ്നെസ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്ക് നിങ്ങൾ ഈ ഇമോഷൻസ് പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. ക്ലാസ്സിൽ നമ്മൾ ഓരോ എസ് ടൈപ്പ് അല്ല, ആ ഇമോഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? അഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാത്സല്യമാണ്. നമ്മൾ കുട്ടികളോട് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? വാത്സല്യം കാണിച്ച് തന്നെയാണ് വളർത്തേണ്ടത്. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെയാണ്. കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം? വാത്സല്യം, അഫെക്ഷൻ കാണിച്ച് തന്നെ വളർത്തണം. കാരണം ഇപ്പൊ നമ്മൾ ചില പാരന്റ്സ് കണ്ടിട്ടുണ്ട്, എനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വാത്സല്യം എത്ര ഇഷ്ടമുണ്ടെങ്കിലും പ്രകടിപ്പിക്കില്ല. പ്രകടിപ്പിക്കാത്ത ഇഷ്ടങ്ങളൊക്കെ വെറുതെയാണ്. ചില
നമ്മള് എന്താ പറയാ കുട്ടികൾ കുറച്ച് നാൾ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ അവരോട് എന്താണ് ആ ഒരു സ്നേഹവും ഇഷ്ടവും വാത്സല്യവും കാണിച്ച് തന്നെ നമ്മുടെ മക്കളെ എന്ത് ചെയ്യണം, വളർത്തണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു ഇമോഷനെ കുറിച്ചിട്ട്? നിങ്ങളുടേതായ തോട്ട്സുകൾ, ആ ഇമോഷനെ കുറിച്ചിട്ടുള്ള തോട്ട്സും എഴുതിയിട്ട് വരാം. എഴുതിന്ന് വെച്ചാൽ പ്രിപ്പയർ ചെയ്തിട്ട് വരാം, പ്രസന്റ് ചെയ്യാം ക്ലാസ്. മിസ് ഒന്നും കൂടെ പറയാൻ മിസ്സേ, കേട്ടില്ലായിരുന്നു. എടാ ഇമോഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഇമോഷൻസിനെ കുറിച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് 3-4 പേര്. അവര് ആ ഇമോഷനെ കുറിച്ചിട്ട് ക്ലാസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യും, പ്രസന്റ് ചെയ്യും. നമ്മളത് നോട്ട് ചെയ്ത് വെക്കും. ദെൻ ഞാൻ ഡിസ്കസ് ചെയ്യും ആ ഇമോഷൻ എന്താണ്, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. സാഡ്നെസ് ഇപ്പൊ നമുക്ക് എങ്ങനെ എഫക്ട് ചെയ്യൂ അങ്ങനെയല്ല? സാഡ്നെസ് എങ്ങനെയൊക്കെ അവനെ അഫക്ട് ചെയ്യും, അവന്റെ ഇമോഷണൽ ഡെവലപ്മെന്റ് അത് ബാധിക്കുന്നുണ്ട്, സോഷ്യൽ ഡെവലപ്മെന്റ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? അവന് വിഷമം ഉണ്ടെങ്കിൽ അവന് ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റും, ഇല്ല. ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുമോ, ഇല്ലല്ലോ. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കുറിച്ചിട്ട് ആ ഒരു ഇമോഷണൽ തന്നിരിക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം, എഴുതിയിട്ട് വരാം, എന്നിട്ട് പ്രസന്റ് ചെയ്യാം. ഹാപ്പിനെസ്സും അങ്ങനെ തന്നെയല്ലേ മാം? അതെ തന്നെ, ഹാപ്പിനെസ്സും. ഓക്കെ. ദെൻ ഇന്ന് സൈൻ ഔട്ട് ആരാ പറയുന്നേ? ആരില്ല. ഓക്കെ, ഞാൻ പറയാം. നിമ്മി പറഞ്ഞോടാ. നിമ്മി പറയാൻ വന്നത് ഞാൻ പറയട്ടെ മാം. പറഞ്ഞോടാ. Good afternoon, ma'am and dear friends. I take some time to express my gratitude. Today we was present an activity self-sacrificing person, and also we had present alphabet chart. We discussed a new chapter, needs, psychological needs. I think we clearly understood today's lesson. Thank you so much, ma'am. Your support and guidance. Thank you, dear friends. Thank you all. ഓക്കെ, താങ്ക് യു. എന്ന് സെമിനാർ കണ്ടക്ട് ചെയ്ത എല്ലാവരും നന്നായിട്ട് തന്നെ ടോപ്പിക്കുകൾ, അവർക്ക് കൊടുത്ത ടോപ്പിക്കുകൾ കറക്റ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു ഓൾ. Thank you. Thank you, ma'am. Thank you.